നമസ്കാരം. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തി. ബ്രെന്റ് ക്രൂഡ് വില 7% വർദ്ധിച്ച് ബാരലിന് $125 ക്രൂഡ് ഓയിൽ വില അനിയന്ത്രിതമായി ഉയർന്നതോടെ ഓഹരി വിപണിയിൽ കനത്ത ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. അതേസമയം ഇന്ധനം സ്റ്റോക്ക് നൽകുന്നതിൽ അപ്രഖ്യാപിത നിയന്ത്രണവുമായി പൊതുമേഖലാ എണ്ണ കമ്പനികളും രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില റെക്കോർഡ് ഉയരത്തിലേക്ക്. ബ്രെന്റ് ക്രൂഡ് വില 7% വർദ്ധിച്ച് ബാരലിന് $125 US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് വില 3.3% വർദ്ധിച്ചു. 2022 ശേഷമുള്ള ഉയർന്ന നിലവാരത്തിലാണ് എണ്ണവിലയുള്ളത്. ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധവും ആണവ ചർച്ചയിൽ പുരോഗതിയില്ലാത്തതുമാണ് പെട്ടെന്നുള്ള വിലക്കയറ്റത്തിന് കാരണം. ക്രൂഡ് ഓയിൽ വില അനിയന്ത്രിതമായി ഉയർന്നതോടെ ഓഹരി വിപണിയിൽ കനത്ത ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ഉച്ചവരെയുള്ള വ്യാപാരത്തിൽ നിഫ്റ്റി 332 പോയിന്റ് ഇടിഞ്ഞ് 23,842.7 സെൻസെക്സ് 1000 പോയിന്റിലധികം ഇടിഞ്ഞ് 77,414.13 വ്യാപാരം നടത്തുകയാണ്. റിയൽറ്റി ഓട്ടോ സൂചികകൾ 2% ഇടിഞ്ഞു. നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ്പും യഥാക്രമം 1.66%, 1.31% ഇടിഞ്ഞു. നിഫ്റ്റി വോളറ്റിലിറ്റി സൂചിക 10.8% ഉയർന്ന് 19.32 നിഫ്റ്റി 50-ൽ എറ്റേണൽ, ഇന്റർഗ്ലോബ്, ഏവിയേഷൻ, അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്. ബുധനാഴ്ചത്തെ ക്ലോസിംഗിൽ BSEയിൽ ലിസ്റ്റ് ചെയ്ത എല്ലാ കമ്പനികളുടെയും വിപണി മൂല്യം 8.38 ട്രില്യൺ കുറഞ്ഞ് 468.24 ട്രില്യണിൽ നിന്ന് 459.86 ട്രില്യണിലെത്തി. ഇറാന്റെ സമാധാന നിർദ്ദേശം US നിരസിച്ചതായും ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം ശക്തമാക്കാൻ നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകൾ വന്നതോടെയാണ് ബ്രെന്റ് ക്രൂഡ് വില കുതിച്ചുയർന്നത്. ഇന്ധനം സ്റ്റോക്ക് നൽകുന്നതിൽ അപ്രഖ്യാപിത നിയന്ത്രണവുമായി പൊതുമേഖലാ എണ്ണ കമ്പനികൾ. ആവശ്യത്തിന് ഇന്ധന സ്റ്റോക്ക് ഇല്ലാതെ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ പ്രതിസന്ധിയിലേക്ക്. 2 ദിവസം കഷ്ടിച്ച് തള്ളി നീക്കാനുള്ള ഇന്ധനം മാത്രമാണ് എണ്ണ കമ്പനികൾ നിലവിൽ പമ്പുകൾക്ക് നൽകുന്നത്. പമ്പിൽ ഒരു ദിവസം നടക്കുന്ന ശരാശരി വിൽപ്പന കണക്കാക്കി 12 മുതൽ 15 ലക്ഷം രൂപ വരെയുള്ള സ്റ്റോക്കാണ് നിലവിൽ അനുവദിക്കുന്നതെന്നാണ് വിവരം. അളന്നു മുറിച്ചുള്ള ഈ വിതരണം കാരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് പെട്രോൾ പമ്പുകൾ. വേനലവധി കാരണം സംസ്ഥാനത്ത് ഇന്ധന ഉപഭോഗം 10 മുതൽ 13% വരെ കൂടിയിട്ടുണ്ടെന്നാണ് കണക്ക്. ഇതിനിടയിലാണ് സ്റ്റോക്ക് ഔട്ട് ഭീതിയുമായി പമ്പുകളുടെ പ്രവർത്തനം. പമ്പിലേക്കുള്ള ഇന്ധന ടാങ്കർ എത്താൻ മണിക്കൂറുകൾ വൈകിയാൽ പോലും പ്രവർത്തനം അവതാളത്തിലാകുമെന്നാണ് നിലവിലെ സ്ഥിതി. ഗ്രീക്ക് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി ഖത്തർ അമീർ. ഗ്രീക്ക് തലസ്ഥാനമായ ഏഥൻസിലായിരുന്നു കൂടിക്കാഴ്ച. വ്യാപാരം, ഊർജ്ജം, പ്രതിരോധം, നിക്ഷേപം, കൃഷി, IT അടക്കമുള്ള വിഷയങ്ങളിലാണ് ഖത്തർ അമീറും ഗ്രീക്ക് പ്രധാനമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യവും ചർച്ചയിൽ വിഷയമായി. ഇരു രാജ്യങ്ങളും വിവിധ മേഖലകളിൽ തുടരുന്ന ബന്ധം ശക്തിപ്പെടുത്താൻ കൂടിക്കാഴ്ചയിൽ ധാരണയായിട്ടുണ്ട്. ഉഭയകക്ഷി സഹകരണം വൈവിധ്യവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർമ്മാണാത്മകമായ ചർച്ചയാണ് നടന്നതെന്ന് ചർച്ചയ്ക്ക് ശേഷം ഖത്തർ അമീർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം UAE സന്ദർശിച്ചേക്കും. യൂറോപ്പിലേക്കുള്ള യാത്രയ്ക്കിടെ UAEയിൽ ഇറങ്ങാനാണ് ആലോചന. UAE പ്രസിഡന്റിനെ ഇന്ത്യയുടെ ഐക്യദാർഢ്യം നേരിട്ട് അറിയിക്കും. ഇന്ത്യ നോർഡിക് ഉച്ചകോടിക്കായി മോദി അടുത്ത മാസം നോർവേയിലേക്ക് പുറപ്പെടും. പിന്നീട് അദ്ദേഹം നെതർലാൻഡ്സ്, സ്വീഡൻ, ഇറ്റലി എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തും. UAEയിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദിഷ്ട സന്ദർശനം യാഥാർത്ഥ്യമായാൽ ഗൾഫ് മേഖലയിൽ ഏറ്റവും നിർണായകമായ തന്ത്രപരമായ പങ്കാളിത്തമുള്ള ഒരു രാജ്യവുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഇന്ത്യയ്ക്കൊരു പ്രധാന അവസരം ലഭിക്കും. GCC രാജ്യങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ട ഇറാൻ UAEയുടെ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും ലംഘിക്കുന്നതിനെ മോദി ഇതിനകം തന്നെ 2 തവണയാണ് അപലപിച്ചത്. ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമൻ അമേരിക്ക സന്ദർശിക്കുന്ന വേളയിൽ ചരിത്രപ്രസിദ്ധമായ കോഹിനൂർ വജ്രം ഇന്ത്യക്ക് തിരികെ നൽകണമെന്നാവശ്യപ്പെടുമെന്ന് ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മുംദാനി അറിയിച്ചു. ബുധനാഴ്ച സെപ്റ്റംബർ 11 ആക്രമണത്തിന്റെ ഇരകളെ അനുസ്മരിക്കുന്ന ചടങ്ങിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇന്ത്യയിലെ വിവിധ രാജവംശങ്ങൾ കൈവശം വെച്ചിരുന്ന ഈ വജ്രം നിലവിൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ശേഖരത്തിലാണുള്ളത്.
ഈ വിഷയം ഔദ്യോഗിക അജണ്ടയുടെ ഭാഗമല്ലെങ്കിലും സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചാൽ താൻ ഉന്നയിക്കുമെന്നാണ് മംദാനി മാധ്യമങ്ങളോട് പറഞ്ഞത്. 1 ലക്ഷം യാത്രക്കാരിൽ നിന്ന് 27 പരാതി മാത്രം. മാർച്ചിൽ മികച്ച സേവനവുമായി സൗദിയ എയർലൈൻസ് 76% കമ്പനിയുടെ പരാതി പരിഹാര നിരക്ക്. അതേസമയം വിമാന കമ്പനികൾക്കെതിരായ യാത്രക്കാരുടെ ആകെ പരാതികളുടെ എണ്ണം 2033 ആണെന്ന് അതോറിറ്റി വ്യക്തമാക്കി. 1 ലക്ഷം യാത്രക്കാരിൽ നിന്ന് ഫ്ലൈ അദീലിനെ എതിരെ 64 പരാതികളാണ് ഉയർന്നത്. എന്നാൽ 99% കമ്പനിയുടെ പരാതി പരിഹാര നിരക്ക്. 1 ലക്ഷം യാത്രികരിൽ നിന്ന് 78 പരാതികൾ ഫ്ലൈ നാസിനെതിരെയും ഉയർന്നു. പക്ഷേ കമ്പനിക്ക് 100% പരാതി പരിഹാര നിരക്കുണ്ട്. മാർച്ചിലെ ഏറ്റവും കൂടുതൽ പരാതി വിമാനയാത്രയുമായി ബന്ധപ്പെട്ടതാണ്. ടിക്കറ്റുകൾ, ബാഗേജ് സേവനങ്ങൾ എന്നിവയെക്കുറിച്ചാണ് പിന്നീടുള്ള പരാതികൾ. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ മാർച്ചിലെ കണക്കിൽ മികച്ച പ്രകടനവുമായി ജിദ്ദ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം. 1 ലക്ഷം യാത്രക്കാരിൽ നിന്ന് 1% പരാതി മാത്രമാണ് വിമാനത്താവളത്തെ സംബന്ധിച്ചുള്ളത്. പ്രതിവർഷം 60 ലക്ഷത്തിലധികം യാത്രക്കാരുള്ള വിമാനത്താവളങ്ങളുടെ സൂചികയിലാണ് നേട്ടം. 30 പരാതികളാണ് വിമാനത്താവളത്തെ സംബന്ധിച്ച് ഉയർന്നിട്ടുള്ളത്. എന്നാൽ 95% പരാതി പരിഹാര നിരക്ക് ജിദ്ദ വിമാനത്താവളത്തിനുണ്ട്. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് പശ്ചിമേഷ്യൻ മേഖലയിൽ ഏർപ്പെടുത്തിയിരുന്ന വിമാന സർവീസ് നിയന്ത്രണങ്ങളിലായവ്. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ തുടങ്ങിയ ഇന്ത്യൻ വിമാന കമ്പനികൾ ഖത്തറിലെ ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള സർവീസുകൾ മെയ് 1 മുതൽ പൂർണ്ണ തോതിൽ പുനരാരംഭിക്കും. മേഖലയിലെ യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വിമാന സർവീസുകളിൽ വലിയ മാറ്റങ്ങളും റദ്ദാക്കലുകളും വരുത്തിയിരുന്നു. ഇത് ഗൾഫ് മേഖലയിലുള്ള പ്രവാസികൾക്കും യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ നിലവിലെ സാഹചര്യം വിലയിരുത്തിയ ശേഷമാണ് സർവീസുകൾ പഴയ പടിയാക്കാൻ വിമാന കമ്പനികൾ തീരുമാനിച്ചത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് തന്നെ ഇനിയുള്ള സർവീസുകൾ നടത്തുമെന്ന് എയർ ഇന്ത്യ വക്താവ് അറിയിച്ചിട്ടുണ്ട്. സംഘർഷ മേഖലയിലൂടെയുള്ള ആകാശപാതകൾ ഒഴിവാക്കിയാകും യാത്രകൾ തുടരുക. അവധിക്കാലം പ്രമാണിച്ച് നാട്ടിലേക്ക് വരാനും തിരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ഈ തീരുമാനം വലിയ ആശ്വാസമാകും. തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ രംഗത്ത് നിർണായക നേട്ടം കൈവരിച്ച് ഇന്ത്യ. DRDO വികസിപ്പിച്ചെടുത്ത വിക്രം VT-21 അഡ്വാൻസ്ഡ് കവചിത വാഹനങ്ങൾക്ക് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട സ്റ്റാങ് ലെവൽ 5 സുരക്ഷാ സർട്ടിഫിക്കേഷൻ ലഭിച്ചു. വിക്രം VT-21ന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ബോഡി അഥവാ ഹൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേക തരം കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് എന്നതാണ്. സ്റ്റീലിനേക്കാൾ കരുത്തുള്ളതും എന്നാൽ ഭാരം കുറഞ്ഞതുമായ ഈ സാങ്കേതികവിദ്യ വാഹനത്തിന് ഉയർന്ന വേഗതയും മെച്ചപ്പെട്ട മൈലേജും നൽകുന്നു. പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തതാണ് ഈ കോമ്പോസിറ്റ് ഹൾ. വിക്രം VT-21ന് 25 mm വലിപ്പമുള്ള ഷെൽ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാനുള്ള തരത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കിലോമീറ്ററുകൾ അകലെ നിന്നുള്ള കനത്ത വെടിവെപ്പിനെയും പ്രതിരോധിക്കാനും ശേഷിയുണ്ടാകും. കൂടാതെ കനത്ത സ്ഫോടനങ്ങളെയും മൈനുകളെയും അതിജീവിക്കാൻ സഹായിക്കുന്ന മോഡുലാർ ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ സംവിധാനവും ഇതിലുണ്ട്. ഇന്ത്യയുടെ നിർമ്മാണ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച് ആപ്പിളിന്റെ ഐഫോൺ കയറ്റുമതി റെക്കോർഡ് ഉയരത്തിൽ. സ്മാർട്ട് ഫോൺ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെ അവസാന വർഷത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഐഫോൺ കയറ്റുമതി 2 ലക്ഷം കോടി രൂപ എന്ന ചരിത്രപരമായ നാഴികക്കല്ല് പിന്നിട്ടു. മുൻവർഷത്തെ അപേക്ഷിച്ച് 33% വളർച്ചയാണ് ഈ മേഖലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും തിളക്കമുള്ള മുഖമായി ആപ്പിൾ മാറിയിരിക്കുകയാണ്. 5 വർഷം മുൻപ് ഇന്ത്യയിൽ നിന്നുള്ള ഐഫോൺ കയറ്റുമതി പേരിന് മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ മൊത്തം സ്മാർട്ട് ഫോൺ കയറ്റുമതിയുടെ 75% ആപ്പിൾ ഫോണുകളാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഡീസൽ, വജ്രം തുടങ്ങിയ പരമ്പരാഗത കയറ്റുമതി ഉൽപ്പന്നങ്ങളെ പോലും പിന്നിലാക്കി ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും വലിയ സിംഗിൾ ബ്രാൻഡഡ് കയറ്റുമതി ഇനമായി ഐഫോണുകൾ മാറി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയിൽ അല്പം ആശ്വാസം. വൈദ്യുതി ഉപഭോഗം കുറയുന്നു. ഇന്നലെ നിയന്ത്രണം വേണ്ടി വന്നില്ലെന്ന് KEB അറിയിച്ചു. മഴ പെയ്ത് ചൂട് കുറഞ്ഞത് ആശ്വാസമായി. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതലാണ് അരമണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചത്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള പീക്ക് അവറിലായിരുന്നു വൈദ്യുതി നിയന്ത്രണം. ചൂട് കൂടിയതോടെ AC, ഫാൻ തുടങ്ങിയവയുടെ ഉപയോഗം കൂടിയിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്നുണ്ടായ പാചകവാതക ക്ഷാമം ഇൻഡക്ഷൻ ഉപയോഗം കൂട്ടിയതും വൈദ്യുതി ആവശ്യകത ഉയരാൻ കാരണമായി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ വർധനവുണ്ടായിരിക്കുന്നു. പവന് 160 രൂപയും ഗ്രാമിന് 20 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ 1 പവൻ സ്വർണത്തിന് 1,10,10,480 രൂപയും 1 ഗ്രാം സ്വർണത്തിന് 13,810 രൂപയുമായി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 11,850 രൂപയും പവന് 90,800 രൂപയുമാണ്.
വിപണി വില. വെള്ളി ഗ്രാമിന് 250 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇതോടെ 1 മണി വാർത്ത സമാപിക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി വിഷ്ണു ചേരും. നമസ്കാരം.